നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്യുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് കറണ്ട് അഫെയറിൻ്റെ സെക്ഷനാണ് കേട്ടോ. 2025 കറണ്ട് അഫെയർസ് സീരീസിലെ ഫസ്റ്റ് ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. 2024 ഡേറ്റ ലീക്കിലേക്ക് നയിച്ച സൈബർ ആക്രമണങ്ങൾ കൂടുതൽ നടന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനം? 2ാം സ്ഥാനം. 2024 ഡേറ്റ ലീക്കിലേക്ക് നയിച്ച സൈബർ ആക്രമണങ്ങൾ കൂടുതൽ നടന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനം. 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അപ്പോൾ 2024 ഡേറ്റ ലീക്കിലേക്ക് നയിച്ച സൈബർ ആക്രമണങ്ങൾ കൂടുതൽ നടന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ഇന്ത്യ. ഓക്കെ, ഡേറ്റ ലീക്കിലേക്ക് നയിച്ച സൈബർ ആക്രമണങ്ങൾ കൂടുതൽ നടന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്. 2ാം സ്ഥാനം എവിടെയാണ്? ഇന്ത്യയിലാണ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു. നോക്കൂ, അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 47ാമത് പ്രസിഡന്റാണ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ആര്? ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി ഏതാണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് കേട്ടോ, റിപ്പബ്ലിക്കൻ പാർട്ടി. ഓക്കെ, അദ്ദേഹം ജനുവരിയിലാണ് അധികാരം ഏറ്റത്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ ആഫ്രിക്കൻ രാജ്യമാണ് നൈജീരിയ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? നൈജീരിയയാണ്. നൈജീരിയ. അപ്പോൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും അല്ലേ, നൈജീരിയ ബ്രിക്സിലെ അംഗരാജ്യമാണോ? നൈജീരിയ ബ്രിക്സിലെ അംഗരാജ്യമല്ല കേട്ടോ. നൈജീരിയ എന്ന് പറയുന്നത് ബ്രിക്സിലെ ഒരു പങ്കാളിത്ത രാഷ്ട്രമാണ്. പങ്കാളിത്ത രാഷ്ട്രം, അതായത് ഒരു പാർട്ട്ണർ കൺട്രിയാണ്. ബ്രിക്സിലെ പാർട്ട്ണർ കൺട്രിയാണ് എന്ന് പറയുന്നത് നൈജീരിയ. അപ്പം ബ്രിക്സിൽ സ്ഥിര അംഗങ്ങളായിട്ടുള്ള കുറച്ച് രാജ്യങ്ങളും ഉണ്ട്. അതുകൂടാതെ പങ്കാളിത്തമുള്ള രാജ്യങ്ങൾ എന്ന രീതിയിലും കുറച്ച് പേരുണ്ട്. അപ്പോൾ ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ അത് 11 രാജ്യങ്ങളാണ് കേട്ടോ. 11 രാജ്യങ്ങൾ. അതിൽ നൈജീരിയ ഒന്നും ഉൾപ്പെടുന്നില്ല. നൈജീരിയ ഉൾപ്പെടുന്നത് പാർട്ട്ണർ കൺട്രീസിൻ്റെ ഗ്രൂപ്പിലാണ്. അപ്പോൾ നൈജീരിയ 9ാമത് പാർട്ട്ണർ കൺട്രി എന്ന രീതിയിലാണ് വന്നേക്കുന്നത്. 9ാമത് പങ്കാളിത്ത രാജ്യമായിട്ടാണ് ബ്രിക്സിൽ വന്നേക്കുന്നത്, അംഗത്വം നേടിയിരിക്കുന്നത്. നൈജീരിയ അംഗത്വം നേടിയിരിക്കുന്നത്. നൈജീരിയ കൂടാതെ ബെലാറസ്, ബൊളീവിയ, ക്യൂബ, കസാക്കിസ്ഥാൻ, മലേഷ്യ, തായ്ലൻഡ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാനൊക്കെയാണ് ഇതിൽ പങ്കാളിത്ത രാഷ്ട്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇതൊന്നും PSC ഇതിനു മുമ്പ് നമ്മുടെ ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ കാര്യം മാത്രമേ ഇതുവരെയും ചോദിച്ചിട്ടുള്ളൂ. പങ്കാളിത്ത രാഷ്ട്രങ്ങളുടെ കാര്യം ചോദിച്ചിട്ടില്ല. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് നൈജീരിയ അംഗമായതുകൊണ്ട് തന്നെ എന്താലോചിച്ച് വെച്ചേക്കുക, എത്രാമത് പങ്കാളിത്ത രാഷ്ട്രമായിട്ടാണ് അംഗരാജ്യമായത് എന്ന് ആലോചിച്ച് വെച്ചേക്കുക. എത്രാമതാണ്? 9ാമതാണ് നൈജീരിയ അംഗമായിരിക്കുന്നത്. അപ്പം ബ്രിക്സിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ അത് 11 കേട്ടോ. കറണ്ട് അഫെയർസിൻ്റെ തന്നെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ബ്രിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. 11 അംഗരാജ്യങ്ങളുണ്ട് എന്നും 2009 രൂപീകൃതമായതെന്നൊക്കെ പറഞ്ഞു അല്ലേ. രൂപീകൃതമായ സമയത്ത് ബ്രിക് എന്നായിരുന്നു. പിന്നീട് ദക്ഷിണാഫ്രിക്ക കൂടി അംഗമായതോടുകൂടിയാണ് ബ്രിക്സ് ആയി മാറിയതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം. ബ്രിക്സിലെ അംഗരാജ്യങ്ങളൊന്ന് പറയാം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ആ ഒരു ക്രമം നമുക്ക് ബ്രിക്സിൽ നിന്ന് തന്നെ കിട്ടും. ബ്രിക്സ് എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക അത്രയും കിട്ടും. ഈ 5 രാജ്യങ്ങൾ കൂടാതെ ഏതൊക്കെയുണ്ട്? ഇറാൻ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, UAE, ഇന്തോനേഷ്യ. ഇത്രയാണ് ബ്രിക്സിലുള്ള അംഗരാജ്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ. ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ഉറപ്പായിട്ടും ഈ 11 രാജ്യങ്ങളുടെയും കാര്യം ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കുക, പേരോർത്ത് വെച്ചേക്കുക. നൈജീരിയ ഉൾപ്പെട്ടിരിക്കുന്ന പാർട്ട്ണർ കൺട്രീസിൻ്റെ കാര്യങ്ങൾ അത്രയും രാജ്യങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ബ്രിക്സ് 2009 സ്ഥാപിതമായി. 11 അംഗരാജ്യങ്ങളാണുള്ളത്. ഓക്കെ, പങ്കാളിത്ത രാഷ്ട്രങ്ങൾ ഇതിനോടൊപ്പം ഉണ്ട്. ഇപ്പം നിലവിൽ 9 പങ്കാളിത്ത രാഷ്ട്രങ്ങളാണ് നൈജീരിയ ഉൾപ്പെടെയുള്ളത്. അംഗരാഷ്ട്രങ്ങൾ ചോദിച്ചാൽ, ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ചോദിച്ചാൽ അത് 11 രാജ്യങ്ങളാണ്. ഇന്ത്യ അതിലൊരു അംഗരാജ്യമാണ്, അത് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യ അംഗരാജ്യമായിട്ടാണ് ഇതിന് ഇത്രയും PSCയിൽ പ്രാധാന്യം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ബ്രിക്സിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇറാൻ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, UAE ആൻഡ് ഇന്തോനേഷ്യ. ഓക്കെ, ഇത്രയും അംഗരാജ്യങ്ങളാണുള്ളത്. അടുത്ത പോയിന്റിലേക്ക് പോകാം. അപ്പോൾ 2025 ബ്രിക്സിൽ അംഗമായ ആഫ്രിക്കൻ രാജ്യമാണ് നൈജീരിയ എന്ന് ആലോചിച്ച് വെച്ചേക്കണം. ഈ അംഗം എന്ന് പറയുമ്പോൾ സ്ഥിരാംഗമല്ല, പങ്കാളിത്ത രാഷ്ട്രമാണെന്നും കൂടി ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആക്സിയം ദൗത്യം 4ൻ്റെ പൈലറ്റായ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആക്സിയം ദൗത്യം 4ൻ്റെ പൈലറ്റായ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയാണ് കേട്ടോ. ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആക്സിയം ദൗത്യം 4ൻ്റെ പൈലറ്റായിട്ടുള്ള വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ. ഓക്കെ,
ഡീപ് സീക്ക് V3 ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഡീപ് സീക്ക് V3 ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ഡീപ് സീക്ക് V3 ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈനയാണ്. 2025 AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2025 നിർമ്മിത ബുദ്ധി ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അതും ചൈനയാണ്. ഓക്കെ, അപ്പോൾ ചൈനയുടെ 2 ഫാക്റ്റുകൾ പഠിച്ചു. ചൈന പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്? ഡീപ് സീക്ക് V3 ചാറ്റ് ബോട്ട് പുറത്തിറക്കിയത് ചൈനയാണ്. 2025 AI ഉച്ചകോടിയുടെ വേദി എവിടെ തന്നെയാണ്? ചൈന തന്നെയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് ഇന്ത്യൻ വംശജയായിട്ടുള്ള ആർക്കാണ്? സുനിത വില്യംസിനാണ്. സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് ആർക്കാണ്? സുനിത വില്യംസിനാണ്. അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞേ? 2024 ഡേറ്റ ലീക്കിലേക്ക് നയിച്ച സൈബർ ആക്രമണങ്ങളിൽ കൂടുതൽ നടന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം അമേരിക്ക. ഇന്ത്യക്ക് എത്രാം സ്ഥാനം? 2-ാം സ്ഥാനം. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത്? ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏതാണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യം അല്ലെങ്കിൽ പങ്കാളിത്ത രാഷ്ട്രം ഏതാണ്? നൈജീരിയയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആക്സിയം ദൗത്യം 4ൻ്റെ പൈലറ്റായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആരാണ്? ശുഭാൻഷു ശുക്ലയാണ്. ഡീപ് സീക്ക് V3 ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈനയാണ്. 2025 AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ചൈനയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് ആർക്കാണ്? സുനിത വില്യംസിനാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചത് എന്നാണ്? മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചത് 2024 ഡിസംബർ 26-നാണ്. 2024 ഡിസംബർ 26-നാണ് ആരന്തരിക്കുന്നത്? മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് അന്തരിക്കുന്നത്. 33 വർഷം രാജ്യസഭാ അംഗമായിരുന്ന വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് എത്ര വർഷം രാജ്യസഭാ അംഗമായിരുന്നു? 33 വർഷം രാജ്യസഭാ അംഗമായിരുന്നു. 2004 മുതൽ 2014 വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം ആരായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാര്യം ഓരോ പോയിന്റുകളും ഓർത്തു വയ്ക്കുക. അദ്ദേഹം അന്തരിക്കുന്നത് എന്നാണ്? 2024 ഡിസംബർ 26-നാണ്. 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ തുടർച്ചയായിട്ട് 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ്. 33 വർഷം രാജ്യസഭാ അംഗമായിരുന്നു. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ ധനകാര്യമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? മൻമോഹൻ സിംഗ് കേട്ടോ. പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു ആണ്. അപ്പോൾ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്ത് ധനകാര്യമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. 1982-83 കാലത്താണ് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായിരുന്നത്. 1982-85 കാലത്താണ് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായിരുന്നത്. 1985 മുതൽ 87 വരെയുള്ള കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു. പ്രധാനപ്പെട്ട ഒത്തിരി പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. ആലോചിച്ച് വയ്ക്കുക. എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞേ? 1982-85 കാലയളവിൽ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. 1985-87 കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്നു. 1991 മുതൽ 1996 വരെയുള്ള നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും 1998 മുതൽ 2004 വരെയുള്ള രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എങ്ങനെയൊക്കെയാണ് പറയുന്നത്? 82-85 റിസർവ് ബാങ്ക് ഗവർണർ, 85-87 ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, 91-96 ധനകാര്യമന്ത്രി, 98-2004 രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. ഓക്കെയാണല്ലോ. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 1987 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടെ അന്തരിച്ച അല്ലെങ്കിൽ അടുത്തിടെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത് ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ 1987 ഏത് വർഷമാണ്? 1987. ലോകസഭയിൽ അംഗമല്ലാതിരുന്ന മൻമോഹൻ സിംഗ് അസമിൽ നിന്നുള്ള രാജ്യസഭാ അംഗം എന്ന നിലയിലാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള പദവിയിലേക്ക് എത്തുന്നത്. ഓക്കെ, ധനമന്ത്രിയായിട്ട് എത്തുന്നതും അസമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിട്ടാണ്. ലോകസഭയിൽ അംഗമല്ലാതിരുന്ന മൻമോഹൻ സിംഗ് അസമിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയിലാണ് ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായിട്ടും എന്ത് ചെയ്യുന്നത്? ചുമതലയേക്കുന്നത്. ഓക്കെ, സാധാരണ പ്രധാനമന്ത്രിമാരൊക്കെ എങ്ങനെയാണ്? ലോകസഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? മൻമോഹൻ സിംഗിൻ്റെ കാര്യത്തിൽ രാജ്യസഭാ അംഗം എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമന്ത്രി പദത്തിലേക്ക് പോകുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. 2024 ഡിസംബർ 26-നാണ് അന്തരിക്കുന്നത്. 33 വർഷം രാജ്യസഭാ അംഗമായിരുന്നു.
2004-2014 കാലയളവിൽ തുടർച്ചയായി 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്ന സമയത്തെ ധനകാര്യമന്ത്രിയാണ്. 1982-85 കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. 1985-87 കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു. 1991-96 നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും 1998 മുതൽ 2004 വരെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. 1987 രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. ലോകസഭയിൽ അംഗമല്ലാതിരുന്ന മൻമോഹൻ സിംഗ് അസമിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയിലാണ് ധനമന്ത്രിയായും പ്രധാനമന്ത്രിയും ആയത്. ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. താങ്ക്